ഐ ഡ്രോപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലാസ് 7 സയൻസ് ക്യൂരിയോസിറ്റി എന്ന ടെക്സ്റ്റ് ബുക്കിലെ 7th ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്, ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ നേച്ചർ. ഓക്കെ, അപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു ചാപ്റ്റർ ആണ് ഇത്. അപ്പോൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. എന്താണ്? പേമ ആൻഡ് ഹെർ ബ്രദർ അവരെവിടെ താമസിക്കുന്നത്? ഗാങ്ടോക്കിലാണ് അല്ലെ. ഗാങ്ടോക്ക് എന്ന് പറയുന്നത് എവിടാന്ന് അറിയാമോ? നല്ലൊരു തണുപ്പുള്ള ഒരു സിറ്റിയാണ് ഗാങ്ടോക്ക് എന്ന് പറയുന്നത്. നമ്മുടെ സിക്കിമിന്റെ ക്യാപിറ്റൽ സിറ്റിയാണ് ഗാങ്ടോക്ക്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അറിയാൻ വേണ്ടി. അപ്പോൾ കോൾഡ് വിന്റർ ഈവനിങ്ങിൽ നല്ല തണുപ്പുള്ള ഒരു സമയത്ത് ഇവർ ഇങ്ങനെ ഫയർ പ്ലേസിനൊക്കെ അടുത്തിരുന്ന് അവരെന്താണ് അവർ രണ്ടുപേരും ഇങ്ങനെ ഷെയർ ചെയ്യാണ് കേരളത്തിൽ പോയ വിന്റർ വെക്കേഷനെ കുറിച്ചിട്ട് അവരിങ്ങനെ ഷെയർ ചെയ്യാണ്. നമുക്കറിയാം അല്ലേ, നമ്മുടെ കേരളത്തിൽ വിന്റർ വരുമ്പം നമ്മളിങ്ങനെ വളരെ വലിയ തണുപ്പാണോ നമുക്ക് അനുഭവപ്പെടുന്നത്? ഇതുപോലെ സ്വെറ്ററൊക്കെ ഇട്ട് ഇതുപോലെ ഫയർ ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്? അല്ല അല്ലേ, നമുക്ക് സാധാരണ ഒരു ക്ലൈമറ്റ് പോലെയാണ് ഫീൽ ചെയ്യാറ്. അപ്പം അതെന്തുകൊണ്ടാണ്? അപ്പോൾ അത് തന്നെയാണ് ഇവർ പറയുന്നത്. വിന്റർ ഇൻ കേരള ഈസ് കമ്പാരിറ്റീവ്ലി വാം ആൻഡ് ഹ്യൂമിഡ്. ബോത്ത് പേമ ആൻഡ് പാൽഡൻ ആർ ക്യൂരിയസ് അബൌട്ട് വൈ സം പ്ലേസസ് ആർ സോ കോൾഡ് ആൻഡ് അതർ ക്വൈറ്റ് ഹോട്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചില സ്ഥലത്ത് വിന്റർ വരുമ്പോൾ എന്താണ് ഭയങ്കര തണുപ്പാണ്, എന്നാൽ ചില സ്ഥലത്ത് എന്താണ് വളരെ ഹോട്ടാണ് അല്ലേ. നമ്മുടെ കേരളത്തിലൊക്കെ അങ്ങനെ വലുതായിട്ട് തണുപ്പൊന്നും അറിയത്തില്ല. അപ്പോൾ അതെന്തായിരിക്കും കാരണം എന്ന് ചോദിക്കുമ്പോൾ അത് അവരുടെ ഗ്രാൻഡ് ഫാദർ പഴയൊരു സയൻസ് ടീച്ചറാണ് അല്ലേ, റിട്ടയർഡ് സയൻസ് ടീച്ചറാണ്. അപ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത്? കേരള ഈസ് ക്ലോസർ ടു ദ ഇക്വേറ്റർ ദാൻ സിക്കിം ആൻഡ് ഇറ്റ് ഓൾസോ ഹാസ് എ ലോങ് കോസ്റ്റ് ലൈൻ വിച്ച് റിസൾട്ട് ഇൻ വാമർ ആൻഡ് മോർ ഹ്യൂമിഡ് വെതർ കണ്ടീഷൻ. എന്താണ് പറയുന്നത്? കേരളം എന്താണ്? ഇറ്റ്സ് ക്ലോസർ ടു ദ ഇക്വേറ്റർ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ ഇക്വേറ്ററിന് ക്ലോസർ ആകുമ്പോൾ അവിടെ ധാരാളം സൺറൈസ് കൂടുതലായിട്ട് കിട്ടുന്നത് കൊണ്ട് കേരളം എന്താണ്? നല്ല ഹോട്ട് ആയിട്ടുള്ള കണ്ടീഷനിലാണ് കേരളത്തിന്റെ കാലാവസ്ഥ എന്ന് പറയുന്നത്. അത് മാത്രമാണോ? നമുക്ക് ധാരാളം കടലുകളുണ്ട് അല്ലെ. കടലുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ വെള്ളമാണ് അല്ലെ. അപ്പൊ നമ്മുടെ ഈ എയറിൽ എന്താണ്? ധാരാളം വാട്ടറിന്റെ കണ്ടന്റ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് കേരളം ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് കണ്ടീഷൻ ആണെന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അങ്ങനെ ഇത് നമ്മൾ ഗ്രേഡ് 6 സോഷ്യൽ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർക്ക് എന്തോ കുക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. എന്താണ്? അവരൊരു ട്രഡീഷണൽ സിക്കിമി ഡിഷ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്ത ഡൗട്ട് കുട്ടികൾക്ക് എന്താണ്? നിങ്ങൾക്ക് ഇതുപോലെ ഡൗട്ടുകൾ ഉണ്ടാവണം കേട്ടോ. സയൻസ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇതുപോലെ നല്ല നല്ല ഡൗട്ടുകളൊക്കെ ഉണ്ടാവണം. അപ്പൊ അവരെന്താണ് പറയുന്നത്? മെറ്റൽ വെസൽസിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് മെറ്റൽസ്? വൈ ആർ കുക്കിംഗ് യൂട്ടൻസിൽസ് ആർ ജനറലി മെയ്ഡ് അപ്പ് ഓഫ് മെറ്റൽസ് എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ആൻസർ നമുക്കറിയാം അല്ലെ. നമ്മൾ മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. എന്ത്? മെറ്റൽസ് എന്ന് പറയുന്നത് എന്താണ്? ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനെപ്പറ്റി അറിയാം. പക്ഷെ ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? ഹൗ ഡസ് ഹീറ്റ് ഗെറ്റ് ട്രാൻസ്ഫേർഡ് ഇൻ ദീസ് മെറ്റീരിയൽസ്. എങ്ങനെയാണ്? നമ്മൾ ഗുഡ് കണ്ടക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു, എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് തന്നെ കടക്കാം. ഇപ്പൊ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. അപ്പം ലെറ്റ് us പെർഫോം an ആക്ടിവിറ്റി ടു ലേൺ വൈ certain മെറ്റീരിയൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ്. നിങ്ങൾക്ക് അറിയാം അല്ലേ, നമുക്ക് തടിയിലൊന്നും ഹീറ്റ് ട്രാൻസ്ഫർ ആവില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന ചാപ്റ്ററിൽ നോൺ മെറ്റൽസിന് ഹീറ്റ് കണ്ടക്ടിവിറ്റി ഇല്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ അതുപോലെ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാം. ആക്ടിവിറ്റിയിലൂടെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൺസെപ്റ്റ് നന്നായിട്ട് ക്ലിയർ ആകും. അതുകൊണ്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൂടുതലും ആക്ടിവിറ്റീസ് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്യേണ്ട, നിങ്ങളൊന്ന് സ്പീഡിൽ കേട്ടാലും മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് വരുമ്പോൾ ഇതുപോലെയുള്ള റിലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ ഒരു ആക്ടിവിറ്റി മനസ്സിൽ വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ഒക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ ആക്ടിവിറ്റി വെറുതെ അല്ല. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇതിൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ഒരു മെറ്റൽ സ്ട്രിപ്പ് വേണം. മെറ്റൽ ഏതൊക്കെ മെറ്റൽ നിങ്ങൾക്ക് അറിയാം? അയൺ, അലൂമിനിയം, ഏതെങ്കിലും ഒരു മെറ്റൽ സ്ട്രിപ്പ് എബൌട്ട് 15 സെന്റിമീറ്റർ ലോങ് എടുക്കുക. അതായി ഒരു
ഈ ഒരു പിക്ചർ നോക്കിക്കോ. ഇവിടെ ഇതുപോലെ അങ്ങ് നമുക്ക് അറേഞ്ച് ചെയ്യണം. പിന്നെ വേണ്ടത് നമുക്ക് 4 പിന്നാണ്. ഈ പിന്നെ ഈ ഒരു മെറ്റൽ സ്ട്രിപ്പിനകത്ത് വാക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത്. കണ്ടല്ലോ അല്ലേ? അപ്പൊ ഇതിന് ഓരോന്നിനും നമുക്ക് പേര് കൊടുക്കാം. 1, 2, 3, 4 എന്ന് പറഞ്ഞ് 4 പിന്നിനും നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ എന്നാണല്ലോ നമുക്ക് അറിയേണ്ടത്. അതാണല്ലോ നമ്മുടെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു ഹീറ്റ് കൊടുക്കണം അല്ലെ? അതിന്റെ എൻഡിൽ ഹീറ്റ് കൊടുക്കണം. അതിനുവേണ്ടി നമ്മളൊരു ബേണിംഗ് കാൻഡിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഒരു സ്പിരിറ്റ് ലാമ്പ് ആയാലും മതി. ഇനി എന്താണ് ഇത് നടക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് എന്തായിരിക്കും ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇപ്പം എന്തായിരിക്കും നിങ്ങളുടെ പ്രഡിക്ഷൻ? ഞാൻ പറയാണ്, ഇവിടെ ബേൺ ചെയ്യുമ്പോൾ ഇതിന്റെ ഈ ഒരു ഭാഗം ചൂടാകുമെന്ന് നിങ്ങൾക്കറിയാം അല്ലെ? അപ്പൊ ചൂടാകുമ്പോൾ ഈ ഹീറ്റ് എങ്ങോട്ട് പോകും? ഇങ്ങോട്ടേക്ക് വരും, പയ്യെ പയ്യെ ഇങ്ങോട്ടേക്ക് വരും. അപ്പൊ ആദ്യം ഏത് വാക്സ് ആയിരിക്കും? ഇതെല്ലാം വാക്സ് ആണ് അല്ലെ? ചൂട് വരുമ്പോൾ വാക്സ് എന്താകും? ഉരുകിപ്പോകും. അപ്പൊ ഈ വാക്സ് ഉരുകുമ്പോ എന്താണ് എന്താണ് ഇവിടെ വെച്ചിരിക്കുന്ന ആ ഒരു പിന്ന് താഴെ പോകും. ക്ലിയർ? അപ്പൊ ഏതായിരിക്കും ആദ്യം പോകുന്ന പിന്ന്? ഈ 4ാമത്തെ ആയിരിക്കോ അതോ ഈ 1ാമത്തെ ആയിരിക്കോ? ഞാൻ പറയുന്നു ഈ ഫസ്റ്റ് ആദ്യം പോകും, പിന്നെ സെക്കൻഡ് പോകും, പിന്നെ തേർഡ് പോകും, പിന്നെ ഫോർത്ത് പോകും. ആണോ? നമുക്ക് നോക്കാം ട്ടോ. ഇവിടെ നിങ്ങൾക്കറിയാം അല്ലെ, നമ്മുടെ ആ ഒരു ഫ്ലെയിം കൊടുത്തിരിക്കുന്ന തൊട്ടടുത്താണ് പിൻ 1 ഇരിക്കുന്നത് അല്ലെ? അപ്പൊ ആദ്യം നിങ്ങൾക്ക് അറിയാമല്ലോ, മെറ്റൽസ് എന്താണ്? ഹീറ്റിനെ കടത്തിവിടും അല്ലെ? ഹീറ്റിനെ അതിന്റെ ഉള്ളിലൂടെ കടത്തിവിടും നമുക്കറിയാം. അപ്പൊ ഫസ്റ്റ് പിൻ എന്ന് പറയുന്നത് കറക്റ്റ് ആ ഒരു ഫ്ലെയിമിന്റെ അടുത്തിരിക്കുന്നത് കൊണ്ട് അവിടെ ആയിരിക്കും ആദ്യം ചൂട് കിട്ടുന്നത്. അപ്പൊ അവിടെ ചൂട് കിട്ടുമ്പോൾ അവിടുത്തെ വാക്സ് ഉരുകിയിട്ട് എന്ത് ചെയ്യും? പിൻ 1 താഴെ പോകും. കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്താണ്? അടുത്തോട്ട് ആ ഒരു ഹീറ്റ് പോകും, പിന്നെ നെക്സ്റ്റ് പോകും. അങ്ങനെ ഓരോന്ന് കറക്റ്റ് ഓർഡറിൽ തന്നെ വീഴും, അല്ലാതെ ഒരുമിച്ചല്ല വീഴുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഹീറ്റ് എന്ന് പറയുന്നത് ഒരു ഹോട്ടർ പാർട്ടിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് പോകുന്നു? കോൾഡർ പാർട്ടിലേക്ക് പോകുന്നു. അതിനൊരു പേരുണ്ട്. ആ പേരിന് പറയുന്നതാണ് കണ്ടക്ഷൻ. എന്താണ്? കണ്ടക്ഷൻ. ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടതൊന്നും ഒരുമിച്ചല്ല വീഴുന്നത്. ആദ്യം പിൻ 1 വന്നു, പിന്നെ പിൻ 2 തന്നു. അതായത് ആ ഒരു ചൂടുള്ള ഭാഗത്ത് നിന്ന് ആ ഒരു തണുത്ത ഭാഗത്തേക്ക് ഹീറ്റിങ്ങിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ദ പ്രോസസ് ഓഫ് ഹീറ്റ്, ഇവിടെ എന്നിട്ട് പറയട്ടോ, ദ പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ദ ഹോട്ടർ പാർട്ട് ഓഫ് ആൻ ഒബ്ജെക്ട് ടു ദ colder part is called conduction. In this process, the particle that gets heated passes the heat on its neighborhood and so on. However, the particles themselves do not move from their position. അതായത് പാർട്ടിക്കിൾ അവിടെ നിന്ന് എണീറ്റ് പോയി അപ്പുറത്തോട്ട് അങ്ങനെ പോകുന്നില്ല. പകരം എന്താണ്? ഈ ഹീറ്റ് ആണ് ഓരോ പാർട്ടിക്കിളിലേക്ക് ഇങ്ങനെ പാസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ ഫ്രണ്ട് ബെഞ്ച്, നിങ്ങൾ ഇരിക്കുന്ന ഫ്രണ്ട് ബെഞ്ചിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. ഏറ്റവും ബാക്ക് ബെഞ്ചിലെ ഒരാൾക്ക് ഒരു സാധനം കൊടുക്കണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ ആ സാധനം നിങ്ങൾ എഴുന്നേറ്റ് പോയി കൊടുക്കുന്നതിൽ നിങ്ങൾ എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും അല്ലെ? നെക്സ്റ്റ് ബെഞ്ചിലെ ആൾക്ക് കൊടുക്കും, ആ ആള് അടുത്ത ബെഞ്ചിലെ ആൾക്ക് കൊടുക്കും. അങ്ങനെ ലാസ്റ്റ് എത്തേണ്ട ആളുടെ കയ്യിലായിരിക്കും ആ ഒരു പേന ആണെങ്കിലും അല്ലെങ്കിൽ ബുക്ക് ആണെങ്കിലും നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ അതുപോലെയാണ് കണ്ടക്ഷൻ എന്ന് ഓർത്തിരിക്കുക. മനസ്സിലായോ? അപ്പൊ കണ്ടക്ഷൻ എന്താണെന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലായി അല്ലേ? അപ്പൊ ഈ കണ്ടക്ഷൻ നടക്കുന്ന ആ മെറ്റീരിയൽസിനെ നമ്മൾ എന്തായിരിക്കും വിളിക്കുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഹീറ്റിനെ പാസ് ചെയ്യുന്ന അല്ലെ? ഹീറ്റ് പാസ് ചെയ്ത് വിടുന്ന ആ മെറ്റീരിയൽസിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താണ്? കണ്ടക്ടേഴ്സ് അല്ലെ? ഗുഡ് കണ്ടക്ടേഴ്സ് എന്നാണ് നമ്മൾ വിളിച്ചത്. അതായത് നമ്മുടെ മെറ്റൽസ് പോലെ, ഇപ്പൊ നമ്മുടെ മെറ്റൽസ് എടുത്തത് കൊണ്ടാണല്ലോ ആ ഓരോ പിൻസും താഴെ വീണത്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ മെറ്റീരിയൽസ് ലൈക്ക് മെറ്റൽസ് പോലെയുള്ള മെറ്റീരിയൽസ് അലോ ഹീറ്റ് ടു പാസ് ത്രൂ ദം ഈസി ആയിട്ട് പോകുന്നത് കൊണ്ടാണ് നമ്മൾ അവരെ എന്ത് വിളിക്കുന്നത്? ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് എന്ന് വിളിക്കുന്നത്. ബിക്കോസ് മെറ്റൽ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? യൂട്ടൻസിൽസ് അല്ലെ? കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂട്ടൻസിൽസ് ഒക്കെ മെറ്റൽസ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഫുൾ മെറ്റൽസ് ഉപയോഗിച്ചുള്ള പാത്രം നമ്മുടെ അമ്മമാരൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത്? ഒരു തുണി ഉപയോഗിച്ചല്ലേ, നമ്മളൊരു നല്ല കട്ടിയുള്ള ഗ്ലൗസ് യൂസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ആ ഒരു പാത്രം എടുത്ത് താഴെ വെക്കുന്നത് അല്ലെ? ചൂടായി കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള വുഡൻ ഹാൻഡിലുള്ള പാത്രങ്ങൾ യൂസ് ചെയ്യും അല്ലേ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പൊ എന്തുകൊണ്ടാണ് ആ വുഡൻ ഹാൻഡിലിന് അവിടെ ചൂട് വരാത്തത്? ആ മെറ്റൽസ് യൂസ് ചെയ്ത പാത്രത്തിൽ മാത്രം വരുന്നു. അല്ലെങ്കിൽ ഗ്ലൗസ് നമ്മൾ യൂസ് ചെയ്യുന്നു, തുണി യൂസ് ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ചൂട് കിട്ടാത്തത് എന്തുകൊണ്ടാണ്?
വളരെ ഈസിയാണ്. കാരണം എന്താണ്? ഈ വുഡും, ഈ തുണിയും, ഈ ഗ്ലൗസും ഇതൊക്കെ എന്താണ്? ആ മെറ്റീരിയൽസ് അവിടെ ഹീറ്റിനെ എന്ത് ചെയ്യുന്നില്ല? പാസ് ചെയ്യുന്നില്ല. അപ്പൊ പാസ് ചെയ്യുന്ന ആൾക്കാരെ നമ്മള് ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ പാസ് ചെയ്യാത്ത ആൾക്കാരെ നമ്മൾ എന്തായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്? അതെ, പൂവർ കണ്ടക്ടേഴ്സ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എന്താണ്? പൂവർ കണ്ടക്ടേഴ്സ്. അവർക്ക് മറ്റൊരു പേരും കൂടെ ഉണ്ട്, ഇൻസുലേറ്റേഴ്സ്. എന്താണ്? ഇൻസുലേറ്റർ. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെന്ന് ഓർക്കുക. കണ്ടക്ടേഴ്സിന്റെ ഓപ്പോസിറ്റ് ആണ് ഇൻസുലേറ്റേഴ്സ്. ഓക്കെ, അപ്പൊ മെറ്റീരിയൽ സച്ചാസ് അതുപോലെ നമ്മുടെ ഗ്ലാസ്, വുഡ്. ഗ്ലാസ് ഇപ്പൊ നമുക്ക് ചായ കൊണ്ട് തരുന്നത് ഗ്ലാസ്, നമ്മുടെ ഗ്ലാസ് മെറ്റീരിയൽ ഉള്ള ഗ്ലാസും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീലിന്റെ ഒരു ഗ്ലാസ്സിലുമാണ് നിങ്ങൾക്ക് കൊണ്ട് ചായ തരുന്നതെങ്കിൽ ഏതായിരിക്കും പെട്ടെന്ന് അതിന്റെ തൊട്ടാൽ ചൂട് തോന്നുന്നത്? ആ ഒരു മെറ്റൽസിന്റെ ഗ്ലാസ്സിനകത്തായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഗ്ലാസ് ഒക്കെ കുറച്ചായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഹീറ്റിനെ പാസ് ചെയ്യുന്നത്. വുഡൊക്കെ വളരെ കുറച്ചാണ്, വളരെ പൂവർ എന്താണ്? കണ്ടക്ടർ ആണ്. ഓക്കെ, അപ്പൊ മെറ്റീരിയൽ സച്ച് ആസ് ഗ്ലാസ്, വുഡ് ഡു നോട്ട് അലോ ഹീറ്റ് പാസ് ത്രൂ ദം ഈസിലി ആൻഡ് ആർ കോൾഡ് പൂവർ കണ്ടക്ടേഴ്സ് ഓർ ഇൻസുലേറ്റേഴ്സ് ഓഫ് ഹീറ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ കണ്ടക്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, കണ്ടക്ഷൻ പഠിച്ചു. അപ്പൊ അങ്ങനെയുള്ള മെറ്റീരിയലെ ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് വിളിച്ചു. അതുപോലെ കണ്ടക്ഷൻ നടക്കാത്ത ആൾക്കാരെ പൂവർ കണ്ടക്ടേഴ്സ് എന്ന് നമ്മൾ വിളിച്ചു. അപ്പൊ ഈ കണ്ടക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്, അല്ലെ? ഹീറ്റ് ട്രാൻസ്ഫർ ആകുന്ന പ്രോസസ്സിന് പറയുന്നത്. ഇനി എന്തിൽ ഹീറ്റ് ട്രാൻസ്ഫർ ആകുന്നത്? അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. എന്തില്? സോളിഡ്സിൽ. നമ്മളിപ്പോ എടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ എന്താണ്? സോളിഡ് ആണ്, അല്ലെ? അപ്പൊ സോളിഡ് ആയിട്ടുള്ള ഒരു വസ്തു, അതായത് മെറ്റൽസ് പോലെയുള്ള വസ്തുക്കളിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന ആ പ്രോസസ്സിന് പറയുന്നത്, ഏത് പ്രോസസ്സ് വഴിയാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്? കണ്ടക്ഷൻ. അപ്പൊ ആ പോയിന്റ് മറന്നു പോകാതിരിക്കുക. സോളിഡ്സിലെ കാര്യമാണ് നമ്മളിപ്പോ പറഞ്ഞത്. അപ്പൊ നമുക്ക് കുറച്ച് മെറ്റീരിയൽ, ഇവിടെ ഒരു കുറച്ച് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് ഓഫ് ഗുഡ് ഓഫ് ഓർ പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ്. നമുക്കറിയാം സ്റ്റീൽ എന്ന് പറയുന്നത് ഒരു അലോയ്, ഒരു മെറ്റൽസ് ആണ്, അല്ലെ? അപ്പൊ അത് നമ്മൾ എന്താണ് പറയുന്നത്? അതൊരു ഗുഡ് കണ്ടക്ടർ ആണ്. വുഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പുവർ കണ്ടക്ടർ ആണ്. ലിസ്റ്റ് ഞാനിപ്പോ കൊടുക്കുക. പ്ലാസ്റ്റിക് എന്താണ്? പ്ലാസ്റ്റിക് ഹീറ്റ് പെട്ടെന്ന് കടത്തിവിടത്തില്ലല്ലോ. അപ്പൊ പ്ലാസ്റ്റിക് എന്താണ്? അതൊരു പുവർ കണ്ടക്ടർ ആണ്. അതുപോലെ ഗ്ലാസ് ഒരു പുവർ കണ്ടക്ടർ ആണ്. അതുപോലെ ഇപ്പം സ്റ്റീലിന് പകരം നമുക്ക് അയൺ എടുക്കാം, അല്ലെങ്കിൽ അലൂമിനിയം എടുക്കാം. അവരൊക്കെ മെറ്റൽസ് ആണ്, അല്ലെ? അപ്പൊ അവരെന്താണ്? ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ കൊടുത്ത ലിസ്റ്റിനകത്ത് എയർ ഉണ്ടായിരുന്നോ? ഇല്ല, അല്ലെ? അപ്പൊ നമ്മളെല്ലാം സോളിഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തത്. അപ്പൊ നമ്മൾ എയറിനകത്ത് കൊടുത്തില്ല. ഇനി മെറ്റീരിയൽസിലെ എയർ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്താൽ അത് ഗുഡ് ആയിരിക്കുമോ അതോ പുവർ കണ്ടക്ടർ ആയിരിക്കുമോ? പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആയിരിക്കുമോ? എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? അതെ, അതൊരു പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ്. എന്താ, നമുക്ക് തന്നെ നോക്കാം. കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും. നമുക്കറിയാം ഡ്യൂറിങ് വിന്റർ സീസൺ അല്ലെങ്കിൽ ഇപ്പോൾ ഹിമാലയം ഒക്കെ കാണാൻ പോകുന്നവർ, അല്ലെങ്കിൽ നമ്മുടെ കാശ്മീരൊക്കെ പോകുന്നവർ, ഭയങ്കര തണുപ്പുള്ള സമയത്ത് നമ്മൾ എന്താ ഇടുന്നത്? നമ്മൾ വൂളൻ ക്ലോത്ത്സുകളാണ് ഇടുന്നത്, അല്ലെ? അപ്പൊ ഈ വൂളൻ ക്ലോത്ത്സുകൾ നമ്മൾ എന്തിനായിരിക്കും ഇടുന്നത്? നമുക്ക് ചൂട് കിട്ടാൻ വേണ്ടി, അല്ലെ? പുറത്ത് ആ തണുപ്പിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൂളൻ ക്ലോത്ത്സുകൾ ഇടുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഈ വൂളൻ ക്ലോത്ത്സുകൾ നമുക്ക് ചൂട് തരുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനൊരു കാരണം നമ്മുടെ എയർ ആണ്. ഈ വൂളൻ ഫാബ്രിക്സിനകത്ത് എന്ത് ചെയ്യുമെന്നറിയാമോ? അതിനകത്ത് കുറെ ഇങ്ങനെ എന്താ പറയാ, ചെറിയ ചെറിയ പോർസുകൾ കാണും കേട്ടോ, സുഷിരങ്ങൾ കാണും. അപ്പൊ അതിനകത്ത് എന്ത് ചെയ്യും? ഈ നമ്മുടെ ഈ എയർ എന്ത് ചെയ്യും? ട്രാപ്പ് ചെയ്തിരിപ്പുണ്ടായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? വൂളൻ ഫാബ്രിക്സ് ട്രാപ്സ് എയർ ഇൻ ദ പോസ് എന്തിൻ്റെ അകത്ത്? ആ വൂളൻ ഫാബ്രിക്സിനകത്ത്. അപ്പൊ ആ പോർസിനകത്തുള്ള ഈ എയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു പുവർ കണ്ടക്ടർ ആണ്. പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ്. അതായത് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യത്തില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ശരീരത്തുള്ള ആ ഒരു ചൂട് എന്ത് ചെയ്യും? പുറത്തോട്ട് പോകാതെ ഇവരെന്ത് ചെയ്യും? ഒരു ബാരിയർ പോലെ ആ ഒരു എയർ അവിടെ ആക്ട് ആകും. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഹീറ്റ് പുറത്തു പോകാതെ നമുക്കൊരു ചൂട് അതുപോലെ തന്നെ നിലനിൽക്കും. അതുപോലെ തന്നെ എന്താണ്? പുറത്തു നിന്നുള്ള ആ ഒരു ഹീറ്റിനെയും അതിങ്ങനെ കടത്തിവിടാതെ, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്നില്ല. നമ്മൾ പറഞ്ഞാൽ ഹീറ്റ് എങ്ങനെയാണ് ട്രാൻസ്ഫർ ആവുന്നത്? കണ്ടക്ഷൻ വഴിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എയർ എന്ന് പറയുന്നത് ഒരു പുവർ കണ്ടക്ടർ ആണ്. അത് ആ വൂളൻ ഫാബ്രിക്സിനകത്ത് ട്രാപ്പ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മളെ വൂളൻ ക്ലോത്ത്സുകൾ ആ ഒരു തണുപ്പത്ത് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും? വി ഫീൽ വാം.
ഓക്കെ. ഓക്കെ. Similarly, air trapped between the layer of clothing act as a poor conductor of heat and keep us warm. നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു എയർ ക്ലോത്തിന്റെ ലെയറിലൊക്കെ ഇങ്ങനെ ട്രാപ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് നമുക്കൊരു വാം ആയിട്ട് ക്ലോത്ത്സുകൾ ഇടുമ്പോഴത്തേക്കും ഫീൽ ചെയ്യുന്നത്. ഓക്കെ. ഓക്കെ. ഡ്രസ്സ് ഇടാതിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് തണുക്കുന്നത്. ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോഴാണോ? ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് നല്ല ചൂടാണ് അല്ലേ? അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഡ്രസ്സിന്റെ ഇടയിൽ എയർ ട്രാപ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ്. ഇനി ദ പ്രസൻസ് ഓഫ് എയർ ബിറ്റ്വീൻ ടു തിൻ ബ്ലാങ്കറ്റ് ഈസ് ദ റീസൺ വൈ വി പ്രിഫർ ദം ഓവർ വൺ തിക്ക് ബ്ലാങ്കറ്റ് ടു കീപ് അസ് വാം. അത് നിങ്ങൾ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോ. രണ്ട് തിന്നായിട്ടുള്ള ബ്ലാങ്കറ്റ് ഇടുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടും നമുക്ക് ചൂട് കിട്ടുന്നത് ഒരു കട്ടിയുള്ള ഒരു ബ്ലാങ്കറ്റ് ഇടുന്നതിലും. മനസ്സിലായോ? അതായത് ഈ 2 ബ്ലാങ്കറ്റുകൾ വരുമ്പോൾ ആ 2 ബ്ലാങ്കറ്റിന്റെ ഇടയിൽ ഇവിടെ നോക്കിക്കേ, ട്രാപ്പ് ചെയ്തിരിക്കും? എയർ ട്രാപ്പ് ചെയ്തിരിക്കും. എയർ ഹീറ്റിനെ കടത്തി വിടുവോ? ഇല്ല. എയർ ഹീറ്റിനെ കടത്തി വിടില്ല. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ, ആ ഒരു ചൂട് നമ്മുടെ ഉള്ളിൽ തന്നെ അവിടെ തന്നെ നിലനിൽക്കുന്നത് കൊണ്ട് നമുക്ക് ചൂട് അനുഭവപ്പെടുന്നു. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഇത് തന്നെയാണ് ഇവിടെ നമ്മുടെ അപ്പൊ നമുക്ക് ഇവിടെ 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എന്താണ്? കണ്ടക്ഷൻ പഠിച്ചു, കണ്ടക്ടേഴ്സ് പഠിച്ചു, അതുപോലെ തന്നെ പുവർ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സ് പഠിച്ചു. അതിനകത്തുള്ളതാണ് എയർ ഒരു പുവർ കണ്ടക്ടറാണ്, വുഡ് ഒരു പുവർ കണ്ടക്ടറാണ്, അതുപോലെ തന്നെ നമ്മുടെ ഈ അതുകൊണ്ട് ഇതിവിടെ പറയുന്നുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം ഇവിടെ പറയുന്നത്, ഹൗസസ് കൺസ്ട്രക്റ്റഡ് ഇൻ ദ പ്ലേസസ് വിത്ത് വെരി ഹോട്ട് ഓർ കോൾഡ് ക്ലൈമറ്റ് ഓഫൺ യൂസ് ദ കൺസെപ്റ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ടു കീപ് ദം കൂൾ ഓർ വാം. അതെന്താ പറയുന്നതെന്ന് അറിയോ? വളരെ തണുപ്പുള്ള സ്ഥലത്തും വളരെ ചൂടുള്ള സ്ഥലത്തും ആ ബിൽഡിംഗ് പണിഞ്ഞിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലായിരിക്കും. അതായത് ആ ഹീറ്റ് ട്രാൻസ്ഫറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവര് അങ്ങനെ ഒരു ബിൽഡിംഗ് പണിയുന്നത്. അങ്ങനെയുള്ള ഇപ്പോൾ തണുത്ത പ്രദേശങ്ങളിലൊക്കെ ഉള്ള ആ ബിൽഡിംഗ് ആ ഹീറ്റ് ട്രാൻസ്ഫർ ബേസ് ചെയ്യുമ്പോൾ അതിനകത്ത് എപ്പോഴും വാം ആയിരിക്കും. ഇനി ഒരുപാട് ചൂടുള്ള പ്രദേശത്താണെങ്കിൽ ആ ഹീറ്റ് ട്രാൻസ്ഫറിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ബിൽഡിങ്ങിൽ എപ്പോഴും അകത്ത് എന്തായിരിക്കും? അവിടെ കൂളായിരിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ ഇപ്പൊ അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഹീറ്റ് ട്രാൻസ്ഫറിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഏതൊക്കെയാണ് പുവർ കണ്ടക്ടേഴ്സ്, ഏതൊക്കെയാണ് ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പഠിച്ചിരിക്കുക. എന്താണ് കണ്ടക്ഷൻ എന്നും പഠിച്ചിരിക്കുക. ഈ ഫാസിനേറ്റിംഗ് ഫാക്ട് നോക്കുമ്പോൾ അത് മനസ്സിലാകും. അതായത് നമ്മുടെ അപ്പർ റീജിയൻ ഓഫ് ഹിമാലയ, അതായത് മോറി പോലെയുള്ള സ്ഥലങ്ങളിലും എന്താണ്? വളരെ എക്സ്ട്രീംലി കോൾഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ്. അതുപോലെ തന്നെ അവിടെ സ്നോഫോളും ഉണ്ടാവാറുണ്ട്. അപ്പൊ അവിടുത്തെ ഹൗസസ് എങ്ങനെ ബിൽഡ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? അവിടെ വോൾസ് മെയ്ഡ് ചെയ്തിരിക്കുന്നത് 2 വുഡൻ ലെയേഴ്സ് വെച്ചിട്ടാണ്. എന്നിട്ട് ഈ വുഡൻ ലെയേഴ്സിന്റെ അകത്ത് എന്താണ് ഫില്ല് ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? ഒന്നെങ്കിൽ കൗഡങ് അല്ലെങ്കിൽ മഡ്. കൗഡങ്ങും മഡും ഉപയോഗിച്ചിട്ടാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്? അതിന്റെ ഇടയിലുള്ള ആ ഭാഗം ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തിനാണ് അത്? അപ്പൊ ഈ കൗഡങ്ങും മഡും ഒക്കെ എന്താണ്? പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആണ്. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യും? ഹീറ്റ് ലോസ് പ്രിവെന്റ് ചെയ്യും. അങ്ങനെ ആ ഹൗസസ് എന്ത് ചെയ്യും? വാം ആകും. ക്ലിയർ ആവുന്നുണ്ട്? നമ്മൾ ഈ എയർ പോലെ തന്നെ. ഇപ്പൊ ഈ എയറിന്റെ കാര്യം പറഞ്ഞാൽ എയർ ഒട്ടും കടത്തി വിടില്ല എന്നല്ല പറയുന്നത്. എയർ എന്താണ്? പുവർ കണ്ടക്ടർ ആണ്. അതായത് ഒരു അയണിലൂടെ ഹീറ്റ് കടന്നു പോകുന്ന അത്രയും സ്പീഡിലോ അത്രയും ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ അയൺ തൊട്ടാൽ ചൂട് പിടിക്കുമ്പോൾ നമ്മൾ തൊട്ടാൽ പൊള്ളുന്നത് പോലെ അതുപോലെ അതിന്റെ നമ്മുടെ തീയുടെ ചുറ്റുമുള്ള ആ എയർ ചൂടാകുമ്പോൾ നമുക്ക് അങ്ങനെ അത്രയും പൊള്ളില്ലല്ലോ കൈ. അപ്പൊ അതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ഇതെന്താണ്? പുവർ കണ്ടക്ടേഴ്സ് ആണ്. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ. അപ്പൊ there are houses with outer walls that are constructed using hollow bricks. ഹോളോ ബ്രിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഹൗസുകളുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? കീപ് ദം വാം ഇൻ വിന്റർ. അത് വിന്ററിൽ വാം ആയിട്ട് നിൽക്കാൻ, നമുക്ക് ആ ഒരു വിന്റർ സീസൺ വരുമ്പോൾ വാം ആയിട്ടും അതുപോലെ തന്നെ സമ്മർ സീസൺ വരുമ്പോൾ കൂളായിട്ടും കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഹൗസുകൾ നിർമ്മിക്കുന്നുണ്ട്. ദിസ് ഹാപ്പൻസ് ബിക്കോസ് ദ എയർ ദാറ്റ് ഗെറ്റ്സ് ട്രാപ്ഡ് ഇൻ ദ ഹോളോ ബ്രിക്സ് ഈസ് എ പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ആ വൂളൻ ക്ലോത്ത്സിന്റെ കാര്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഹോളോ ബ്രിക്സിന്റെ അകത്ത് എന്താണ്? എയർ ട്രാപ്പ് ചെയ്തിട്ട് അവിടെ ആ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ കുറയ്ക്കുന്നത് കൊണ്ടാണ് അവിടെ അങ്ങനെ സംഭവിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഇനി നമ്മൾ പോകുന്നത് അടുത്ത സെക്ഷനിലോട്ടാണ്. അടുത്ത സെക്ഷൻ എന്താണ്? ഇവിടെ പേമ എന്ത് ചെയ്തു? അവളുടെ ബ്രദറിനെ കാണിച്ചു കൊടുക്കുകയാണ്. ബേണിംഗ് ഫയർവുഡിൽ നിന്ന് സ്മോക്ക് ഇല്ലേ, നമ്മുടെ സ്മോക്ക് മുകളിലേക്ക് റൈസ് ചെയ്യുന്നതായിട്ട് കാണുന്നു അല്ലെ? അപ്പൊ അത് എന്താണ്? വൈ ഈസ് ദ സ്മോക്ക് ഗോയിങ് അപ്പ്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ തീ കത്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആ എയർ, ആ പുക ഇങ്ങനെ മുകളിലേക്ക് പോകുന്നത്? അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണം. അതൊക്കെ നമുക്ക് സയൻസിൽ പഠിക്കേണ്ടതാണ്. അപ്പൊ അതാണ്
അതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ഭാഗം. എന്താണ്? കൺവെക്ഷൻ. എന്താണ്? കൺവെക്ഷൻ. അപ്പൊ നമ്മൾ കണ്ടക്ഷൻ കഴിഞ്ഞ് ഇനി നമ്മൾ കൺവെക്ഷൻ ആണ് പോകുന്നത്. ഓക്കെ, ടു അണ്ടർസ്റ്റാൻഡ് വൈ സ്മോക്ക് റൈസസ് ലെറ്റ് us പെർഫോം ആൻ ആക്ടിവിറ്റി. നമുക്ക് ആക്ടിവിറ്റി വെച്ച് തന്നെ നമുക്ക് നോക്കാം. നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് ഇരിക്കണം കേട്ടോ, കാരണം ഇത് ഇച്ചിരി നമ്മുടെ കണ്ടക്ഷൻ പോലെ അത്ര അങ്ങ് എളുപ്പമല്ല. കണ്ടക്ഷൻ ജസ്റ്റ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്ന നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ എളുപ്പമല്ലേ. പക്ഷെ കൺവെക്ഷൻ ഇച്ചിരി ഒന്ന് മനസ്സിലാക്കാൻ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നാൽ എളുപ്പമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് ഈ ഒരു സെറ്റപ്പ് ആണ് നമുക്ക് വേണ്ടത്. ഈ ഒരു സെറ്റപ്പ് നോക്കിയാൽ ജസ്റ്റ് ഒരു വുഡൻ സ്റ്റിക്ക് വേണം, 2 പേപ്പർ കപ്പ് എടുക്കണം, ഇങ്ങനെ ത്രെഡ് വെച്ച് ഇങ്ങനെ രണ്ടും കൃത്യം ഇതേ ഹൊറിസോണ്ടൽ പൊസിഷനിൽ ഇങ്ങനെ നിൽക്കണം. ഇനി ഇവിടെ എന്താണ് ട്വിസ്റ്റ്? നമുക്കൊരു മെഴുകുതിരി എടുക്കുക, നമ്മളൊരു ക്യാൻഡിൽ എടുത്തിട്ട് അത് ബേൺ ചെയ്ത് ഇവിടെ വെക്കാൻ പോവാണ്, ഒരു സൈഡിൽ വെക്കാൻ പോവാണ്. അപ്പൊ എന്താണ്? ബേൺ ചെയ്ത ക്യാൻഡിലാണ്, അവിടെ ഹീറ്റ് ഉണ്ടാകും അല്ലെ, ഹോട്ടാണ്. അപ്പൊ എന്ത് ചെയ്യും? ആ ഒരു ക്യാൻഡിലിന് ചുറ്റുമുള്ള എയർ എന്താണ്? ചൂടാകും അല്ലെ, നിങ്ങൾക്കറിയാം. ഇനി നമുക്ക് അതിന്റെ ഒബ്സർവേഷൻ എന്താണെന്ന് നോക്കാം. ഒബ്സർവേഷൻ നമ്മൾ നോക്കുമ്പോൾ ഈ ബേണിംഗ് ക്യാൻഡിലിന് മുകളിൽ വെച്ചിരിക്കുന്ന ആ പേപ്പർ കപ്പ് ഉണ്ടല്ലോ, അത് കുറച്ച് മുകളിലേക്ക് ഉയരുന്നത് കാണാം. ക്ലിയർ? നമ്മൾ കറക്റ്റ് ആയിട്ട് വെച്ചിരുന്ന ഹൊറിസോണ്ടൽ പൊസിഷനിൽ വെച്ചിരുന്ന ആ ഒരു വുഡൻ സ്റ്റിക്ക് അവിടെ നിന്ന് ആ പേപ്പർ കപ്പ് എന്തായി? മുകളിലേക്ക് ഉയരുന്നത് കാണാം. എന്തായിരിക്കും കാരണം? അതാണ് നമുക്ക് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഇവിടെ എന്താണ് അതിന്റെ കാരണം എന്ന് പറഞ്ഞാല് നിങ്ങൾക്കറിയാം എന്താണ്? ദ എയർ അറൌണ്ട് ദ കാൻഡിൽ ഫ്ലെയിം ഹീറ്റ്. കറക്റ്റ് അല്ലേ? നമ്മുടെ ആ ബേൺ ചെയ്ത ക്യാൻഡിലാണ്. അപ്പൊ അതിന് ചുറ്റുമുള്ള ആ ഒരു അതിന്റെ തൊട്ട് മുകളിലുള്ള ഭാഗത്തുള്ള എയർ എന്താണ്? എയർ ഒട്ടും ഹീറ്റിനെ കടത്തി വിടില്ല എന്നല്ലല്ലോ, പൂവർ കണ്ടക്ടർ ആണ് എന്നേ ഉള്ളു അല്ലെ. അപ്പൊ അതായത് അവിടെ ഹീറ്റ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ ക്യാൻഡിലിന്റെ അവിടെ ആ ചുറ്റുമുള്ള എയർ എന്താകും? ഹീറ്റ് ആകും. ആസ് ദ എയർ ഇൻ ദ കപ്പ് വാം അപ്പ്, അതുപോലെ അപ്പൊ എന്താകും? ഇവിടെയുള്ള ആ ഒരു ഭാഗം, അതായത് ഈ കപ്പിന്റെയും ഇതിന്റെ ഇടയിലുള്ള ആ എയർ എന്താണ്? വാം ചെയ്യും. അപ്പൊ വാം ചെയ്യുന്നത് കൊണ്ടാണ് ഇത് പൊങ്ങുന്നത്. അങ്ങനെ വാം ചെയ്ത ഉടനെ പൊങ്ങുമോ? അപ്പൊ അവിടെ എന്താണ് പ്രത്യേകത? അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. ക്ലിയർ? നമ്മുടെ ഈ എയർ വാം ആകുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് അവിടത്തെ ഉള്ള ആ ഒരു എയർ എക്സ്പാൻഡ് ആകും, വികസിക്കും. മനസ്സിലായോ? എക്സ്പാൻഡ് ആകും. അപ്പൊ അതെന്താകും? എക്സ്പാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒക്കുപ്പൈസ് മോർ സ്പേസ് അല്ലെ, അതിന് ഒരുപാട് മോർ സ്പേസ് ആവശ്യമായിട്ട് വരും. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ആ ബേണിംഗ് ക്യാൻഡിലിന്റെ തൊട്ട് മുകളിലുള്ള നമ്മുടെ ഈ എയർ അത് ചൂടാകുമ്പോൾ എക്സ്പാൻഡ് ആകുമ്പോൾ മോർ സ്പേസ് ഒക്കുപ്പൈ ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, അപ്പോൾ ചൂടാകുമ്പോൾ ആ എയർ ലൈറ്റർ ആകും. ക്ലിയർ? ഹെവിയർ അല്ല, ലൈറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ആ ഭാരം, ആ വെയിറ്റ്, അവിടുത്തെ എയറിന്റെ വെയിറ്റ് കുറയും. ഇപ്പൊ നമ്മളൊരു എയർ നമ്മൾ ഈ പൊങ്ങിപ്പോയി, പേപ്പർ വെയിറ്റ് ഇല്ലാത്തത് കൊണ്ടല്ലേ കാറ്റൊക്കെ വീശുമ്പോൾ പേപ്പർ പൊങ്ങിപ്പോകുന്നത്. നമ്മൾ പൊങ്ങിപ്പോയില്ല. അതെന്താണ്? നമ്മൾ ഹെവിയർ ആണ്, അല്ലെങ്കിൽ ഒരു കല്ല് ഹെവിയർ ആണ്, പേപ്പർ ലൈറ്റർ ആണ്, അതുകൊണ്ട് ലൈറ്റർ മുകളിലേക്ക് പൊങ്ങിപ്പോകും അല്ലെ. അതുപോലെ തന്നെ ഇവിടെ ലൈറ്റർ ആകുന്നത് കൊണ്ട്, അത്രയും നേരം ഒരു ഹെവിയർ ആയിരുന്ന ആ എയർ ലൈറ്ററും കൂടെ ആവുന്നതുകൊണ്ട് അതെന്ത് ചെയ്യും? മുകളിലേക്ക് ഉയരും. അപ്പൊ മുകളിലേക്ക് ഉയരുമ്പോ ഇവിടെയുള്ള കോൾഡ് എയർ ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യും? അതിനു വേണ്ടിയുള്ള ആ ഒരു സ്പേസ് അതായത് അവരിങ്ങനെ മാറിക്കൊടുക്കുമെന്ന് ചിന്തിച്ചാൽ മതി നിങ്ങൾ. ക്ലിയർ പറയുന്നത്? ഓക്കെ, അപ്പൊ ആ എയർ അവിടെ കോൾഡ് എയർ എന്താകും? താഴേക്ക് വരും, മാറിക്കൊടുത്തിട്ട് ഈ ഹോട്ട് എയർ എന്ത് ചെയ്യും? ഹോട്ട് മാത്രമല്ല, എക്സ്പാൻഡ് ആയ ആ ലൈറ്റ് എയർ മുകളിലേക്ക് പോയി ഈ പേപ്പർ കപ്പിനെ ഉയർത്തും. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ബലൂൺ ഉണ്ടല്ലോ, പാതി വീർപ്പിച്ച ഒരു ബലൂൺ എടുത്ത് നമ്മൾ വെയിലത്ത് കൊണ്ട് വെക്കാന്ന് വിചാരിക്കാം. അതായത് നമ്മുടെ ഹീറ്റ് കിട്ടാൻ വേണ്ടി വെയിലത്ത് കൊണ്ട് വെക്കാന്ന് വിചാരിക്കാം. അപ്പൊ അതെന്താകും? കുറച്ചും കൂടെ ഇങ്ങനെ വലുതാവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പൊ അതെന്താണ് കാരണം? നമ്മുടെ ഈ ബലൂണിനകത്ത് എന്തുണ്ട്? എയർ ഉണ്ട് അല്ലെ. അപ്പൊ എയർ എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഹീറ്റ് അതിലോട്ട് വരുമ്പോൾ എയർ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. ആദ്യം തന്നെ അത് എക്സ്പാൻഡ് ആകും, ലൈറ്റർ ആകും. മറക്കരുത്, എന്താണ്? എക്സ്പാൻഡ് ആകും, ലൈറ്റർ ആകും. അപ്പൊ ലൈറ്ററും എക്സ്പാൻഡും ആകുമ്പോൾ അതിനെന്താണ്? അതിന് മോർ സ്പേസ് ഒക്കുപ്പൈ ചെയ്യണം അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യും? വലുതാകും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ അതൊരു എക്സാമ്പിൾ ആണ് എയറിന്റെ കാര്യത്തിൽ.
നമ്മളിപ്പോൾ എന്താ പഠിക്കുന്നത്? നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പഠിക്കുന്നത്. സോളിഡിൽ നമ്മൾ പഠിച്ചു ഇത് കണ്ടക്ഷൻ വഴിയാണെന്ന്. അപ്പോൾ ഇനി നമ്മളിപ്പോൾ എയറിന്റെ കാര്യമാണ് പറഞ്ഞത് അല്ലേ? എയറിന്റെ 2 എക്സാമ്പിൾ പറഞ്ഞു. ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് പറയാം. നമ്മുടെ അഗർബത്തി ഉണ്ടല്ലോ, അഗർബത്തി ബേൺ ചെയ്യുമ്പോൾ അഗർബത്തി ബേൺ ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് വരുന്ന സ്മോക്ക് എങ്ങോട്ടാണ്? മുകളിലേക്ക് ഉയരുന്നതായിട്ട് നമുക്ക് കാണാം. എന്താണ് സ്മോക്ക് എന്ന് പറഞ്ഞാൽ? സ്മോക്ക് ഈസ് എ മിക്സ്ചർ ഓഫ് ഹോട്ട് ഗ്യാസസ് ആൻഡ് ടൈനി സോളിഡ് പാർട്ടിക്കിൾസ് ദാറ്റ് ആർ റിലീസ്ഡ് വെൻ ദ സംതിങ് ബേൺ ചെയ്യുമ്പോൾ പുറത്തേക്ക് വരുന്ന ആ പുകയിനെയാണ്. അതിനകത്ത് ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ടൈനി സോളിഡ് പാർട്ടിക്കിൾസും കാണും. ഇതെല്ലാം കൂടെ മിക്സ് ആയ ആ ഒരു ഹോട്ട് ഗ്യാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്മോക്ക് എന്ന് പറയുന്നത്. അപ്പൊ അഗർബത്തി കത്തിച്ചു വെക്കുമ്പോൾ സ്മോക്ക് പുറത്തേക്ക് വരുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലെ? അപ്പൊ അത് എന്തുകൊണ്ടാണ് മുകളിലേക്ക് പോകുന്നത്? സെയിം പ്രോസസ്സ് തന്നെ. എന്താണ്? അത് ചൂടാകുമ്പോ അതിന്റെ തൊട്ട് മുകളിലുള്ള എയർ എന്താകും? ചൂടാകും. ചൂടാകുന്ന എയറിന് എന്താണ് സംഭവിക്കുന്നത്? എക്സ്പാൻഡ് ആകും. എക്സ്പാൻഡ് ആകുമ്പോൾ അത് എന്ത് ചെയ്യും? അത് ലൈറ്റർ ആകും. ലൈറ്റർ ആകുമ്പോൾ എന്ത് ചെയ്യും? അത് മുകളിലേക്ക് റൈസ് അപ്പ് ചെയ്യും. അപ്പൊ അവിടെയുള്ള കോൾഡ് എയർ പിന്നെ താഴോട്ട് വരും. അവര് പിന്നെ എന്താകും? ചൂടാകും. അവരെന്ത് ചെയ്യും? എക്സ്പാൻഡ് ആകും, മുകളിലേക്ക് പോകും. അങ്ങനെ ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് നടക്കും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് എയറിൽ എന്ത് നടക്കുന്നത്? എയറിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? നമ്മൾ പഠിക്കുന്നത് തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ സോളിഡ് പഠിച്ചു, എയർ പഠിച്ചു. ഇനി ലിക്വിഡിൽ എങ്ങനെയായിരിക്കും ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്? ഹൗ ഡസ് ഹീറ്റ് ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് ഇൻ ലിക്വിഡ്? ഡു ലിക്വിഡ് ഓൾസോ റൈസ് അപ്പ് വെൻ ഹീറ്റഡ് ലൈക്ക് എയർ? എന്ത് തോന്നുന്നു? അതെ, എയറിലും നമ്മുടെ ഈ ലിക്വിഡിലും ഒരുപോലെയാണ് ഈ പ്രോസസ്സ്. സെയിം പ്രോസസ്സ് തന്നെയാണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് തന്നെ ഓർത്തിരിക്കുക. അപ്പൊ അതിനു വേണ്ടി നമുക്കൊരു ചെറിയ ആക്ടിവിറ്റി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഈ ഒരു എക്സ്പെരിമെന്റിന് നമുക്ക് വേണ്ടത് ഒരു 500 ml ബീക്കർ വേണം. അതിനകത്ത് ഹാഫ് ഫിൽഡ് വാട്ടറും വേണം. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് അറിയാമോ? പർപ്പിൾ കളറിലുള്ള ഒരു പൊടിയാണ് ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വേറെ വലിയ പരീക്ഷണങ്ങൾക്കൊന്നും അല്ല, നമുക്ക് ഈ ഒരു മൂവ്മെന്റ് അറിയാൻ വേണ്ടി, പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു കളറായിട്ടുള്ള ഒരു സംഭവം ഇടുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന അറിയണം. എന്തില്? ലിക്വിഡില്. അതിനാണ് നമ്മൾ വാട്ടർ എടുത്തിരിക്കുന്നത്. അപ്പൊ അത് അറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു മെഴുകുതിരി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്യാൻഡിൽ, ബേണിംഗ് ക്യാൻഡിൽ വേണം അല്ലെ? നമുക്ക് ഒരു ഹീറ്റ് കൊടുക്കാൻ വേണം. ഓക്കെ, അങ്ങനെ ഈ ഒരു പിക്ചർ നോക്കൂ. ഈ ഒരു പിക്ചറിനകത്ത് നമ്മൾ ബേണിംഗ് ക്യാൻഡിൽ, ഈ സെറ്റപ്പ് ഇതുപോലെ ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഇതുപോലെ ഈ ഒരു സ്ട്രോ ഉപയോഗിച്ചിട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇതിന്റെ കറക്റ്റ് സെന്ററിലോട്ട് ആക്കുന്ന രീതിയിൽ വിടുക. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാൻഡിൽ ബേൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ എന്താണ്? ഇതിന്റെ താഴ്ഭാഗത്ത് ചൂട് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വാട്ടർ, അതായത് ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് കിടക്കുന്ന ഈ ഭാഗത്തെ വാട്ടർ എന്താകും? ചൂടാകും. ഓക്കെ, അപ്പൊ ഇനി എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും. ഈ ഒരു പിക്ചർ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ഒരു പിക്ചർ ശ്രദ്ധിച്ചു നോക്കിക്കോ. നമ്മുടെ എയർ ഹീറ്റ് ആയപ്പോ എന്താ സംഭവിച്ചത്? അത് എന്ത് ചെയ്തു? എക്സ്പാൻഡ് ആയി, ലൈറ്റർ ആയി, റൈസ് ചെയ്തു. ക്ലിയർ? അതുപോലെ തന്നെയാണ് നമ്മുടെ വാട്ടറും ഹീറ്റ് ആകുമ്പോൾ. എങ്ങനെയാണ്? വാട്ടർ ഹീറ്റ് ആകുമ്പോൾ ആ ഭാഗത്തുള്ള പാർട്ടിക്കിൾസ്, അവിടത്തുള്ള പാർട്ടിക്കിൾസ് എന്താകും? അത് ആ ചൂടായ വെള്ളം എന്താകും? എക്സ്പാൻഡ് ആകും, ലൈറ്റർ ആകും. ലൈറ്റർ ആയാൽ അത് എന്താകും? മുകളിലേക്ക് പൊങ്ങും. ആ മുകളിലേക്ക് പൊങ്ങുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ കളേർഡ് പാർട്ടിക്കിൾ ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ടോ? ഈ പിക്ചറിൽ കാണുന്നുണ്ടോ ആ ഒരു കളർ മുകളിലോട്ട് പോയത്? അത് എന്തുകൊണ്ടാണ്? അത് എക്സ്പാൻഡ് ആയി, ലൈറ്റർ ആയി, റൈസ് ആയി. എപ്പോ? ബിക്കം ഹോട്ട് ആയപ്പോ. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? അപ്പൊ ഇതിനുള്ള വഴി ഒരുക്കി കൊടുക്കണമല്ലോ. എങ്ങനെ ആരാണ് ഒരുക്കുന്നത്? അതിന്റെ സൈഡിലും ഒക്കെ ഉള്ള വെള്ളം എന്താണ്? തണുത്ത വെള്ളമാണ് അല്ലെ? തണുത്ത വെള്ളത്ത് ലൈറ്റർ ആണോ? അല്ല, കുറച്ചുകൂടെ ഹെവിയർ ആണ്. അപ്പൊ ഹെവിയർ ആയത് മുകളിലേക്ക് പോകില്ല, പകരം അവരെന്ത് ചെയ്യും? അവര് താഴേക്ക് വരും. നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. ഇവർക്കുള്ള വഴി ഒരുക്കി കൊടുത്തു എന്ന് വിചാരിച്ചാൽ മതി. ക്ലിയർ? എന്നിട്ട് അവര് താഴേക്ക് വരും. അവര് താഴേക്ക് വരുമ്പോ അവിടെ എന്തുണ്ട്? ഹീറ്റ് ഉണ്ട്. അവര് പിന്നെ എന്താകും? ചൂടാകും. അവര് ലൈറ്റർ ആകും, റൈസ് ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? അപ്പൊ ആ സൈഡിലുള്ള വെള്ളം എന്താകുന്നുണ്ട്? പിന്നെയും ആ സൈഡിലുള്ള വാട്ടർ ഒക്കെ, കൂളായ വാട്ടർ എന്താണ്? ഹെവിയർ ആണ്. അവര് താഴേക്ക് വരുന്നു, അവര് പിന്നെയും ചൂടാകുന്നു. ഇത് തന്നെ റിപ്പീറ്റ് നടക്കുന്നു. അങ്ങനെ ആ വെള്ളം മൊത്തം എന്താകുന്നു? ചൂടാവുന്നു.
അപ്പൊ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കളറ് ഇപ്പൊ ഈ ഫുൾ എക്സ്പാൻഡ് ആയില്ലേ, ഫുൾ കളർ ആയില്ലേ, അപ്പൊ അതെന്താണ് നിങ്ങൾക്ക് മനസ്സിലായോ? അത് മൊത്തത്തോടെ ചൂടായെന്ന് അർത്ഥം. അപ്പൊ എങ്ങനെയാണ് വാട്ടറിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നതെന്ന് മനസ്സിലായില്ലേ? ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രോസസ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കൺവെക്ഷൻ. ക്ലിയർ? അപ്പൊ നമ്മൾ കണ്ടക്ഷൻ പഠിച്ചു. അപ്പൊ വാട്ടറിലും എയറിലും നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്? കൺവെക്ഷൻ. ക്ലിയർ? We can conclude that water like air gets heated up by the process എന്താണ്? Convection. അല്ലേ? Here heat transfer takes place by the actual movement of particle of liquid and gases from one place to another. അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത്? പാർട്ടിക്കിൾസ്, ആ ലിക്വിഡിനകത്തുള്ള പാർട്ടിക്കിൾസ് തന്നെ എന്ത് ചെയ്യാണ്? മൂവ് ചെയ്യാണ്. നമ്മൾ കണ്ടക്ഷൻ പഠിച്ചപ്പോൾ എന്താണ് ചെയ്തത്? അത് നെക്സ്റ്റ് ഈ ഹീറ്റ് തന്നെ അടുത്ത പാർട്ടിക്കിളിലേക്ക് പോവാണ്. നമ്മൾ ജസ്റ്റ് പാസ് ചെയ്യുന്നെന്ന് പറഞ്ഞില്ലേ, നമ്മൾ ക്ലാസ്സിൽ ബുക്ക് പാസ് ചെയ്യുന്നത് പോലെ എന്ന് പറഞ്ഞില്ലേ? പക്ഷെ ഇവിടെ എന്താണ്? ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ടീച്ചർ ബുക്സ് തരുവാണ്. അപ്പൊ എന്താ ചെയ്യുന്നത്? അപ്പൊ ബാക്കിലുള്ള ആൾക്ക് കൊടുക്കണമെങ്കിൽ എന്താണ്? നിങ്ങൾ തന്നെ എഴുന്നേറ്റ്, അതായത് പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങളാന്ന് വിചാരിക്കുക, നിങ്ങൾ തന്നെ എഴുന്നേറ്റ് ബാക്കിൽ കൊണ്ട് കൊടുക്കുന്നു. നിങ്ങളുടെ സ്ഥാനത്ത് അടുത്ത ആൾ കയറിയിരിക്കുന്നു, കൂളായിട്ടുള്ള ആൾക്കാർ കയറിയിരിക്കുന്നു, അല്ലെങ്കിൽ ബുക്ക് ഇല്ലാത്ത ആൾക്കാർ ഇരിക്കുന്നു, അയാളുടെ കയ്യിൽ ബുക്ക് കൊടുക്കുന്നു, അയാൾ എഴുന്നേറ്റ് ബാക്കിലോട്ട് പോകുന്നു, അടുത്ത ആൾ വരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പാർട്ടിക്കിൾ നിങ്ങളാണെന്ന് വിചാരിച്ചാൽ മതി. ക്ലാസ്സിൽ നിങ്ങൾ തന്നെ എഴുന്നേറ്റ് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? ഹീറ്റിനെ ഇവിടെ പാർട്ടിക്കിൾ കൊടുക്കുന്നത് പോലെ. അപ്പൊ കൺവെക്ഷനും കണ്ടക്ഷനും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ നമുക്ക് നിർത്താം. വീഡിയോ ഒരുപാട് ലെങ്ത് ആയി. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ കാരണം ഇതെല്ലാം നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ ആവശ്യമുള്ളതാണ് കേട്ടോ. ഇതൊരു ബേസിക് ആയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ബേസ് അറിഞ്ഞില്ലെങ്കിൽ, ബേസ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഇത് എന്ത് ചെയ്യും? ഇത് എപ്പോഴും ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കും. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കി പഠിക്കാം. അപ്പൊ ഇത്രയും നന്നായിട്ട് മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്യുമല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ താങ്ക് യു.